അവസ്ഥയാണ്. അതുപെട്ടവരല്ലേ ഞങ്ങള്. ഗൈസ്, നമ്മൾ സ്വന്തം ബത്തേരിയിൽ ഒരു സമരം നടക്കുന്നത്. അപ്പൊ എന്തിന്റെ ഭാഗം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം നടത്തിയിട്ട് 7 വർഷമായി. ഞാൻ ഇക്ര ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സാണ്. പ്രഷറായി കയറുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന വെറും 16,000 രൂപയാണ്. ഒരു ചായ കുടിക്കാൻ പോലും, മര്യാദയ്ക്ക് ഒരു ചായ കുടിക്കാൻ പോലും ശമ്പളമില്ലാതെ ഞങ്ങൾ എന്തിന് ഡ്യൂട്ടി ചെയ്യുന്നു? 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഇവിടെ ജോലി ചെയ്യുന്ന എനിക്ക് കിട്ടുന്ന വെറും 23,000 രൂപ. ഞങ്ങൾക്ക് മാന്യമായ ശമ്പളത്തിന് അർഹതയില്ലേ? അതുപെട്ടവരല്ലേ ഞങ്ങള്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇനി വരുന്ന തലമുറയ്ക്കും കൂടി ഇത് ആവശ്യമാണ്. ഇപ്പൊ എത്രയോ പിള്ളേര് നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നുണ്ട്. അവർക്ക് നാളെ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിത എല്ലാം മാറുകയാണ്. അപ്പൊ സാലറിയിൽ മാറ്റം ഉണ്ടാവണല്ലോ. അതെ, ഈ 16,000 രൂപ വേണ്ടി നമുക്കൊരു മാസം പോയിട്ട് ഒരു 16 ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത്. ചായക്ക് വില മാറി, ഒരു കടിക്ക് വില മാറി. ഇപ്പൊ ഒരു പപ്സ് മേടിച്ച് കഴിക്കണമെങ്കിൽ 20-30 രൂപ. അവസാനമാകുമ്പോ ഞങ്ങൾ വീണ്ടും കടം മേടിക്കേണ്ട അവസ്ഥയാണ്. കാര്യങ്ങളെല്ലാം കടം മേടിച്ച് വേണം നമ്മുടെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ. പഠിച്ചിറങ്ങുമ്പോൾ 10-15 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ പഠിച്ചിറങ്ങുന്നത്. 16,000 മാത്രമാണ് നമ്മളെ സാലറി വരുന്നത്. 8 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് കിട്ടുന്നത് 22,000 ഇപ്പൊ ഞാൻ എന്റെ കുട്ടികളെ അടക്കം മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് അവർക്ക് സാലറി കൊടുക്കാൻ പോലും തികയാത്തൊരവസ്ഥയാണ്. കുട്ടികളെ നോക്കുന്ന ആരും വെറുതെ നോക്കില്ല, അവർക്കും പൈസ കൊടുക്കട്ടെ. അപ്പൊ ഒരു ന്യായമായ ഒരു വരുമാനം ഞങ്ങൾക്കും കിട്ടണം. നമ്മുടെ മക്കളെയും പഠിപ്പിക്കട്ടെ, നമുക്ക് മുമ്പോട്ട് പോകട്ടെ. അപ്പൊ അതനുസരിച്ചുള്ള മാറ്റം വരണം. പക്ഷെ നമുക്ക് മാത്രമല്ല, വരും തലമുറയ്ക്കും ഇത് വേണം. ശക്തമായിട്ട് എന്തായാലും പ്രതികരിക്കണം. ഇതിനൊരു തീരുമാനമാകുന്നവരെ എന്തായാലും എല്ലാവരും ഫുൾ സപ്പോർട്ടോടെ തന്നെ ഇവിടെ എത്തുക. നമ്മളും ഉണ്ടാവും ഫുൾ സപ്പോർട്ടോടെ. എന്തായാലും നിങ്ങളുടെ ശമ്പളം കൂട്ടാനുള്ള വകുപ്പിലേക്കുള്ള വീഡിയോസ് നമ്മൾ ചെയ്ത് നിങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ നമ്മളും ഉണ്ടാവും നിങ്ങളുടെ കൂടെ.